ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെരാന്ത റെസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മുമ്പൊരു സെഷൻ തുടങ്ങിയായിരുന്നു SSC അല്ലെങ്കിൽ റെയിൽവേ എക്സാംസിന് വേണ്ടിയിട്ട് സ്ട്രാറ്റജി കെ സീരീസ്. അപ്പം ഇത് അതിൻ്റെ ലാസ്റ്റ് പാർട്ടായിരിക്കും. ഫോക്ക് ഡാൻസസ് ഓഫ് ഇന്ത്യയുടെ ലാസ്റ്റ് പാർട്ടായിരിക്കും. നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത് ക്ലാസിക്കൽ ഡാൻസസ് ആയിരുന്നു. അപ്പോൾ ഇതിന് മുന്നത്തെ 4-5 വീഡിയോസ് കാണാത്തവർ മസ്റ്റായിട്ട് അതുപോയി വാച്ച് ചെയ്യുക. പ്ലേലിസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ നോട്ട്സിൻ്റെ ലാസ്റ്റ് സെഷൻ ആയിരിക്കും ഫോക്ക് ഡാൻസസ് ഓഫ് ഇന്ത്യയുടെ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത നെക്സ്റ്റ് ടോപ്പിക് ഓഫ് സ്ട്രാറ്റജിക്ക് ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഫോക്ക് ഡാൻസസിൽ ഇനി നമുക്ക് റിമൈനിങ് ഏതൊക്കെ സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 6 ആണ്. ഇപ്പോൾ നോക്കിയാൽ അടുത്ത സംസ്ഥാനം ഉത്തർപ്രദേശ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് വീഡിയോയിൽ ഛത്തീസ്ഗഡിനെ പറ്റി ഒരു ഗ്ലിംസ് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ മേജറായിട്ടുള്ള ഡാൻസ് ഫോമും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും നമ്മൾ നോക്കിയിട്ടില്ലായിരുന്നു. അപ്പം ഉത്തർപ്രദേശിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നോക്കി, ഉത്തർപ്രദേശിന് ഇതുപോലെ തന്നെ മെയിനായിട്ടും 12 ഡാൻസ് ഫോംസ് ഉണ്ട്. 9 ഡാൻസ് ഫോംസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, രാസ്ലീല. അപ്പോൾ അതിൽ രാസ്ലീല ഞാൻ ട്രഡീഷൻ്റെ പറഞ്ഞായിരുന്നല്ലേ, അതായത് മണിപ്പൂരി എന്ന് പറയുന്ന ഡാൻസിന് തന്നെ രാസ്ലീല, സങ്കീർത്തന, താങ്ത എന്ന് പറയുന്ന 3 സെക്ഷൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ രാസ്ലീല എന്ന് പറഞ്ഞാൽ എപ്പോഴും അതൊരു തീമാണ്. നോർത്ത് ഇന്ത്യയിൽ കൂടുതലും ഏതൊരു ഡാൻസ് ഫോമിനും ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്ന ഒരു തീമാണ് രാസ്ലീല എന്ന് പറയുന്നത്. അപ്പോൾ ആ തീമിൻ്റെ പേര് തന്നെയാണ് എന്ത്, ഉത്തർപ്രദേശിൻ്റെ ആദ്യത്തെ ഡാൻസ് അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് മെൻഷൻ ചെയ്തേക്കുന്ന രാസ്ലീല. അപ്പോൾ നോക്കിയാൽ രാസ്ലീല, ജൈത, ജോറ, ചപ്പേലി, ചാർക്കുള, കജ്ര, നോട്ടങ്കി, ഖ്യാൽ ആൻഡ് ഫൈനലി ദാദ്ര. ഇപ്പോൾ രാസ്ലീല നോട്ട് ചെയ്തതാണ്. അത് മിക്ക ഡാൻസ് ഫോമിലും അതിൻ്റെ ട്രഡീഷൻ ഫോളോ ചെയ്യുന്നുള്ളതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് അതിൻ്റെ പേര് തന്നെ രാസ്ലീല തന്നെയാണ്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ടുള്ള ഡാൻസ് ഫോം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊരു സ്റ്റേറ്റിനും അതിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഡാൻസ് ഫോംസ് കാണും. മിക്ക ബോളിവുഡ് ഫിലിംസിൽ ഏതെങ്കിലും ഒരു അംശം അതിനെപ്പറ്റി കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ കേസിൽ ഉത്തർപ്രദേശിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അത് ചാർക്കുള ഡാൻസ് ആണ്, വിച്ച് ഈസ് പോപ്പുലർ ബിക്കോസ് ഏത് റീജിയനിൽ, ഇൻ ദി ബ്രാജ് റീജിയൻ ഓഫ് വെസ്റ്റേൺ ഉത്തർപ്രദേശ്. ഇറ്റ് സിംബലൈസസ് ദ ബർത്ത് ഓഫ് ആര്, രാധ, ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി പെർഫോംഡ് ഓൺ ദ 3rd day ഓഫ് ഹോളി. അപ്പം ഇത് ഏത് ഒക്കേഷനിൽ കൊണ്ടാടുന്ന ഡാൻസാണ്? ഹോളി, അതായത് 4 ദിവസമുള്ള ഒരു ഇതാണ്, ഫെസ്റ്റിവലാണ്. അതിൽ 3-ാമത്തെ ദിവസം ആ ഒരു ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് കളിക്കുന്ന, ഏത് റീജിയനിൽ കളിക്കുന്ന, ബ്രാജ് റീജിയൻ ഓഫ് വെസ്റ്റേൺ ഉത്തർപ്രദേശിൽ കൊണ്ടാടുന്ന നൃത്തമാണ് ചാർക്കുള ഡാൻസ്. അത് ഹോളി ഫെസ്റ്റിവലിൽ ഫേമസ് ആയതുകൊണ്ട് തന്നെ ചാർക്കുള ഡാൻസും ആ ഒരു ഒക്കേഷനിൽ ആടുന്നതുകൊണ്ട് അതും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡാൻസാണ് ഓഫ് ഉത്തർപ്രദേശ്. ആൻഡ് സിമിലർ ടു ചാർക്കുള, രാസ്ലീല ഇസ് ഓൾസോ ഫേമസ് ഇൻ വെസ്റ്റേൺ ഉത്തർപ്രദേശ് ആൻഡ് ദ ലൈഫ് ടെൽസ് ഓഫ് ലോർഡ് കൃഷ്ണ ആർ പോർട്രേഡ് ഇൻ ദ ഡാൻസ്. അതായത് രാസ്ലീല നമ്മൾ പറഞ്ഞിരുന്നത്, അതായത് രാധാകൃഷ്ണ എലോങ് വിത്ത് ഗോപീസ് ആയിരിക്കും അതിൻ്റെ തീം. അപ്പം ആ സെയിം തീമിലാണ് ചാർക്കുള ഡാൻസും കളിക്കുന്നത്. അത് ഹോളിയിലാണെങ്കിൽ ഈ സെയിം തീമുള്ള അല്ലെങ്കിൽ രാസ്ലീല തീമായിട്ട് തന്നെയുള്ള ഡാൻസ് ഫോമിൻ്റെ പേരും അത് തന്നെയാണ്, രാസ്ലീല ഡാൻസ്. ഉത്തർപ്രദേശിൻ്റെ ഈ സെയിം വെസ്റ്റേൺ റീജിയനിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഡാൻസ് ഫോമാണ് രാസ്ലീല. അവിടെയും എന്താണ് പ്രതിപാദിക്കുന്നത്? ലോർഡ് കൃഷ്ണ ആൻഡ് അദ്ദേഹത്തെപ്പറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു തീമും. ഇനി നോക്കിയേ, നോട്ടങ്കി ഈസ് എ സ്ട്രീറ്റ് പ്ലേ ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എന്ത്, folklores of mythological dramas which are blended with folk songs and dances. അപ്പോൾ കുറച്ച് ഫോക്ക് ഡാൻസസിനെ സോങ്സ് അക്കമ്പനി ചെയ്യത്തില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നോട്ടങ്കി അതിൻ്റെ കോൺട്രാസ്റ്റിന് ആയിട്ടുള്ളൊരിതായിരിക്കും. അതായത് നോട്ടങ്കിയിൽ നമ്മൾ ആ ഒരു ഡാൻസ് ഫോം പെർഫോം ചെയ്യുമ്പോൾ അതിനെ അക്കമ്പനി ചെയ്തുകൊണ്ട് സോങ്സ് കാണും. അതുകൊണ്ട് തന്നെ ഇത് കൂടുതലൊരു സ്ട്രീറ്റ് പ്ലേയുടെ രൂപത്തിലാണ് കണ്ടേക്കുന്നത്. അതിന് കുറച്ചുകൂടെ ഒരു ഡ്രമാറ്റിക് വേർഷനും കൂടെ കാണും. കാരണം മിത്തോളജിക്കൽ ഡ്രാമാസ് ആണ്, അതായത് പണ്ടത്തെ പുരാണങ്ങളിലെ ഏതെങ്കിലും ഒരു തീമും ഇതിനകത്ത് കൊണ്ടാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രീറ്റ് പ്ലേയിൻ്റെ ഫോമിൽ ഇത് ആടിക്കളിക്കുന്നൊരു നൃത്തമായിരിക്കും. അപ്പോൾ ഇനി അടുത്ത സംസ്ഥാനം നോക്കാം, ഉത്തരാഖണ്ഡ്. ഉത്തർപ്രദേശ് കഴിഞ്ഞ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിനെ നോക്കി, ഉത്തരാഖണ്ഡിനും ഇതുപോലെ തന്നെ ഡൈവേഴ്സ് ആയിട്ടുള്ള 9 ഡാൻസ് ഫോംസ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കി, ഫസ്റ്റ് ഗർവാളി, ജോറ. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞേ, നമ്മൾ പുറകോട്ട് പോകാൻ നേരം നോക്കി, ഉത്തർപ്രദേശിലും ജോറയുണ്ട്, കണ്ടോ? ഉത്തർപ്രദേശിനും, അതായത് ഞാൻ പറഞ്ഞായിരുന്നു ഒരു ഫോക്ക് ഡാൻസ് പഠിക്കാൻ നേരം ഇപ്പോൾ നമ്മൾ പൈൻകി അല്ലെങ്കിൽ ആ ഡാൻസ് ഫോം ഓർത്ത് വെച്ചോണം. കഴിഞ്ഞ സെഷനിലും പറഞ്ഞതാണ്, പൈകി അല്ലെങ്കിൽ പൈക, പൈനികി എന്നും പറയും. ഇത് കാരണം നമ്മുടെ ഈ സ്റ്റേറ്റ് ഒക്കെ ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഒരു പ്രദേശം അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പ്രദേശത്ത് എസ്പെഷ്യലി പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഫോക്ക് ഡാൻസ്, ആൻഷ്യൻ്റ് ആയിട്ട് പുരാതനമായിട്ടുള്ള ഡാൻസ് ഫോംസ് ഒക്കെ സ്റ്റേറ്റ് ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റേറ്റായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയപ്പോൾ ആ ഒരു ഡാൻസ് ഫോം ഒരു സ്റ്റേറ്റിൽ മാത്രമായിട്ട് ഒതുങ്ങി നിന്നിട്ടില്ല, പകരം ആ ഒരു റീജിയനിൽ ഫോക്കസ്ഡ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പൈകി എന്ന് പറയുന്ന ഡാൻസ് ഒഡീഷയിലുണ്ട്, ജാർഖണ്ഡ്, പിന്നെ ഛത്തീസ്ഗഡ്. നമ്മൾ ഛത്തീസ്ഗഡ് നോക്കാൻ നേരം പഠിക്കും.
അപ്പോൾ ഇത്രയും റീജൻസിൽ ഈ ഒരു ഫോക്ക് ഡാൻസിന് ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ കമൻറ്റ് സെക്ഷനിൽ ഒരാൾ ചോദിച്ചായിരുന്നു എന്ത് പൈഗി ഡാൻസ് അല്ലേ, പൈഗ ഡാൻസ് ഒഡീഷയുടേതല്ലേ? ഒഡീഷയുടേത് മാത്രമല്ല, അത് ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും കൂടെ പ്ലേ ചെയ്യുന്നൊരു ഡാൻസ് ഫോമാണ്. അപ്പോൾ എന്ന് പറയുന്ന പോലെ നോക്കി, ഉത്തരാഖണ്ഡിലും ജോറ എന്ന് പറയുന്ന ഡാൻസ് ഫോം ഉണ്ട്, കാരണം ഉത്തർപ്രദേശിനോട് അടുത്ത് കിടക്കുന്നതാണ്. അപ്പോൾ ഗർവാളിയുണ്ട്, ജോറയുണ്ട്, ലാംഗ്വീർ നൃത്യമുണ്ട്, കജാരി, ഭാരതനാട്ടി, രാമോല, ഭോട്ടിയ, ചപ്പേലി ആൻഡ് ഫൈനലി പാണ്ഡവ നൃത്യ ആൻഡ് ചോളിയ. അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റ് ചെയ്തോണം. അതിനെപ്പറ്റി മേജറായിട്ട് അല്ലെങ്കിൽ മെയിനായിട്ട് നമുക്ക് നോക്കിപ്പോവാം. അപ്പോൾ നോക്കിയേ, പാണ്ഡവ നൃത്യത്തെ പറ്റി എന്താ പറയുന്നത്? ത്രൂ ദ പാണ്ഡവ നൃത്യ വേരിയസ് സ്റ്റേജസ് ഓഫ് ദ ലൈഫ് ഓഫ് ദ പാണ്ഡവാസ് ബ്രദേഴ്സ് ആർ നറേറ്റഡ് അലോങ് വിത്ത് ഡ്രം ബീറ്റ്സ്. അതായത് ഇതിനെ അക്കമ്പനി ചെയ്യുന്ന കുറച്ച് ഡ്രം ആയിരിക്കും. അപ്പോൾ ഡ്രം ബീറ്റ്സിനനുസരിച്ച് അതിനൊത്ത് താളം തൊട്ട് ചവിട്ടും. അപ്പം അതിൻ്റെ തീമെന്ന് പറയുന്നത് ലൈഫ് ഓഫ് പാണ്ഡവ, അതായത് നമ്മുടെ കുരുക്ഷേത്ര യുദ്ധത്തിൽ ആ ഒരു തീമും അതിനോടൊപ്പം പാണ്ഡവാസിൻ്റെ അല്ലെ പാണ്ഡവന്മാരുടെ ലൈഫ് അതിനെ മെയിൻലി പോർട്രേ ചെയ്ത് കാണിക്കും. ആ പേര് തന്നെ ഉണ്ട്, പാണ്ഡവ നൃത്യ. ആൻഡ് ദി ചോളിയ ഡാൻസ് എന്താ പറയുന്നത്? ദി ചോളിയ ഡാൻസ് ബിലോങ്സ് ടു ദ കുമാഊണി ട്രൈബൽ കമ്മ്യൂണിറ്റി. അപ്പം ഏത് ട്രൈബാണ്? ഉത്തരാഖണ്ഡിലെ കുമാഊണി ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് ഏത് ഡാൻസ് പെർഫോം ചെയ്യുന്നത്? ചോളിയ ഡാൻസ്. ആൻഡ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ് ഈസ് ആൻ ആൻഷ്യൻ സോർഡ് ഡാൻസ് ദ സ്റ്റേജസ് ദ മാർഷൽ ആർട്സ് ട്രഡീഷൻ ഓഫ് ദ ട്രൈബ്. അപ്പോൾ ഇതും ഏതൊരു, നമ്മൾ പൈഗ ഡാൻസ് കുറച്ചു മുമ്പ് പറഞ്ഞില്ല, അതൊരു മാർഷൽ ആർട്സിൻ്റെ ഒരു മാർഷൽ ആർട്സ് ഫോമാറ്റ് ഓഫ് ഡാൻസ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോമാറ്റിൽ കളിക്കുന്ന ഡാൻസാണ്. അപ്പോൾ ഇതിലും ഉത്തരാഖണ്ഡിൻ്റെ ഈ കുമാഊണി ട്രൈബൽ കമ്മ്യൂണിറ്റി പ്ലേ ചെയ്യുന്ന ചോളിയ ഡാൻസും ഈ ഒരു ആൻഷീറ്റ് സോഡ് ഡാൻസ് ആണ്. അതായത് അതിന് സോഡ് ഡാൻസ് എന്നും കൂടെ അറിയപ്പെടുവേ, മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന സോഡ് ഡാൻസ് എന്നും കൂടെ. അപ്പോൾ ഇതിലും മാർഷൽ ആർട്ട് ട്രഡീഷൻസ് ആ ഒരു പർട്ടിക്കുലർ ട്രൈബിൻ്റെ പെർഫോമൻസ് കാണാം. ഇനി നോക്കി അടുത്ത ജോറ ഡാൻസ്. ഇറ്റ് ഈസ് പെർഫോംഡ് ബൈ ദ ലോക്കൽസ് ഓഫ് ദ സ്റ്റേറ്റ് വൈൽ സെലിബ്രേറ്റിംഗ് ദ ഓൺസെറ്റ് ഓഫ് സ്പ്രിംഗ്. ഓക്കെ, അപ്പോൾ ജോറ ഡാൻസ് ഏത് ഒക്കേഷനിലാണ് കൊണ്ടാടുന്നത്? സ്പ്രിംഗ് അല്ലെങ്കിൽ സ്പ്രിംഗ് സീസണിൻ്റെ ടൈമിൽ, സ്പ്രിംഗ് സീസണിൻ്റെ ആരംഭത്തിൽ അതിനെ വെൽക്കം ചെയ്തുകൊണ്ടുള്ളൊരു ഡാൻസാണ് ജോറ ഡാൻസ്. അത് ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലും പെർഫോം ചെയ്യുന്നുണ്ട് ബൈ ദി നേറ്റീവ്സ് ഓഫ് ബോത്ത് ഉത്തരാഖണ്ഡ് ആൻഡ് ഉത്തർപ്രദേശ്. ഇനി നോക്കി ഭാരതനാട്ടി. അത് ഭരതനാട്യം എന്നുള്ള പേരിനോട് സിമിലർ ആണല്ലേ. അപ്പം ഭാരതനാട്ടി ഈസ് എ ഫേമസ് ഫോക്ക് ഡാൻസ് ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് ഇറ്റ് ഈസ് ലാർജ്ലി പെർഫോംഡ് ഇൻ ദ ഏത് പ്രൊവിൻസ് അല്ലെങ്കിൽ ഏത് സെക്ടറിൽ? ജോൺസാർ ബവാർ ഏരിയ ഓഫ് ദ ഡെറാഡൂൺ സെക്ടർ. അപ്പോൾ ഡെറാഡൂൺ ഡിസ്ട്രിക്റ്റ്. അപ്പോൾ ഡെറാഡൂൺ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ഡിസ്ട്രിക്റ്റിലെ ഏത് റീജിയൻ? ജോൺസർ ബവാർ ഏരിയയിലായിരിക്കും ഇത് പോപ്പുലറൈസ് ആയിട്ടുള്ളത്. അവിടെ ആയിരിക്കും കൂടുതൽ ഈ ഒരു ഒക്കേഷൻസിൽ പ്ലേ ചെയ്യുന്നത്. ഏത് നൃത്തം? ഭാരതനാട്യം. ആൻഡ് ദ ലാംഗ്വീർ നൃത്യ ഈസ് പെർഫോംഡ് ബൈ മെൻ ആൻഡ് ഇറ്റ് ഈസ് പോപ്പുലർ ഇൻ ദ ടേറി ഗർവാൾ റീജിയൻ ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ ഏത് റീജിയനിലാണ് ലാംഗ്വീർ നൃത്യ ഫേമസ് ആയിട്ടുള്ള? ടേറി ഗർവാൾ റീജിയൻ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ഉത്തരാഖണ്ഡ്. ആൻഡ് മെയിൻലി പെർഫോംഡ് ബൈ മെൻ. അത് മെയിൻലി അല്ല, ഇത് പെർഫോംഡ് ബൈ മെൻ ആണ്. അപ്പം ലാംഗ്വീർ നൃത്യയിൽ പാർട്ടിസിപ്പേഷൻ ഉള്ളത് ആർക്കാണ്? മെന്നിന്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത പോയിന്റ് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോച്ചിങ് സ്ട്രഗിൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സസിന് ശേഷം പഠിപ്പിച്ച ആ ഒരു നോളജ് വെച്ചിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ബേസിക് സർക്കിൾസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബേസിക് സർക്കിൾസിൽ നിങ്ങൾക്ക് ഒരു വർക്കൗട്ട് മെറ്റീരിയൽ വരും. അപ്പോൾ അത് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ സർക്കിൾ മെമ്പേഴ്സും കാണും. അപ്പം നിങ്ങളെ ഫർദർ നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു മെൻറ്റർ സപ്പോർട്ടും കാണും. ആൻഡ് ദ നെക്സ്റ്റ് കംസ് എക്സ്ട്രീം സർക്കിൾ. അപ്പോൾ എക്സ്ട്രീം സർക്കിളിൽ ഈ ബേസിക് ആയിട്ടുള്ള ഒരു വർക്കൗട്ട് സെഷൻ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂട്ടി നിങ്ങൾക്കൊരു എക്സ്ട്രീം സർക്കിളിൽ എണ്ണം കൂട്ടി, അത് ഇംഗ്ലീഷും കുറച്ചുകൂടെ ടോപ്പിക്സും വരും, ക്വസ്റ്റ്യൻ്റെ എണ്ണത്തിലും വർധനവ് കാണും. അപ്പം സമയം കൂട്ടി കുറച്ചുകൂടെ ഒരു ഇൻറ്റൻസ് വർക്കൗട്ട് സെഷൻ ആയിരിക്കും. കാരണം മെയിൻസിന് കുറച്ചുകൂടെ ഇൻറ്റൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളൊരു ഐഡിയ ഉള്ളതുകൊണ്ട് അവിടെയും നിങ്ങൾക്ക് ഒരു മെൻറ്റർ സപ്പോർട്ട് കാണും. ആൻഡ് നെക്സ്റ്റ് സ്റ്റേജ് സൂപ്പർ ബാച്ച്. അപ്പോൾ സൂപ്പർ ബാച്ചിൽ എസ്പെഷ്യലി ഓരോ എക്സാംസിന് മുന്നോടിയായിട്ട് ഈ ഒരു എക്സാംസിൻ്റെ എസ്പെഷ്യലി ഇപ്പം ഒരു എക്സാം എന്നോണോ ഇല്ല, പകരം ഒരു എക്സാംസിന് പ്രിലിംസും മെയിൻസും ഉണ്ടല്ലോ. അപ്പോൾ ഏതൊരു എക്സാമിനും എസ്പെഷ്യലി മെയിൻസിന് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും സൂപ്പർ ബാച്ച് നടത്തുന്നത്. അതിൽ ഇപ്പോൾ ടയർ 2 ആണെങ്കിൽ ടയർ 2, അല്ലെങ്കിൽ SBIയുടെ PO മെയിൻസ് ആണെങ്കിൽ അതിന്. അപ്പോൾ ആ മെയിൻസിലെ ടയർ വൈസ് ആയിട്ടുള്ള പ്രിപ്പറേഷന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ സൂപ്പർ ബാച്ച് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റി വർക്കൗട്ട് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യും എലോങ് വിത്ത് മെൻറ്റർ സപ്പോർട്ട്. നെക്സ്റ്റ് കംസ് ദ റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം, റിപ്പ് എന്ന് പറയും. ഇപ്പോൾ റിപ്പിൽ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ഓൾറെഡി നിങ്ങൾക്ക് വെച്ചേക്കുന്ന നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സ്റ്റൈൽസ് ഓഫ് കോച്ചിങ് ഉണ്ട്, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ. അപ്പം
തന്നേക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ, ഇപ്പം ട്രാവൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടുള്ള കോച്ചിങ് പ്രിഫർ ചെയ്യാം. അപ്പോൾ അതിന് തന്നേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതെല്ലാം നിങ്ങൾക്ക് ഒരു ക്യാമ്പസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം, കുറച്ചുകൂടി ഇൻവോൾവ് ആയിട്ട് പഠിക്കണം. അതുമ്പോൾ ഡയറക്റ്റ് മെൻറ്റർ ടു മെൻറ്റർ സപ്പോർട്ടും നമുക്ക് ഫാക്കൽറ്റി ആയിട്ടുള്ള ഡയറക്റ്റ് ഉള്ള ഡൗട്ട് ക്ലാരിഫിക്കേഷനും ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് തന്നേക്കുന്ന ഓഫ്ലൈൻ ബാച്ചിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നോക്കിയാൽ അടുത്ത സംസ്ഥാനം ജമ്മു ആൻഡ് കാശ്മീർ ആണ്. അപ്പോൾ നമ്മൾ ടോപ്പ് മോസ്റ്റ് വടക്കിൻ്റെ അങ്ങേയറ്റം പോയി. ഇപ്പോൾ നോക്കിയേ, ഇതിനും 9 ഡാൻസ് ഫോം ഉണ്ട്. അതായത് ഇത്രയും പറഞ്ഞ് ഇതുവരെ പറഞ്ഞ് ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് മുതൽ ജമ്മു ആൻഡ് കാശ്മീരിന് വരെ ഡൈവേഴ്സ് ആയിട്ടുള്ള 9 ഡാൻസ് ഫോംസ് ഉണ്ട്. ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൽ നോക്കിയാൽ ഏതൊക്കെയാണ്? റൌഫ്, പിന്നെ ഏതാ കുഡ്ദണ്ഡി നാച്ച്, ഹൈക്കാറ്റ്, ദർനാലി, മൻജാസ്, ദുംഹാൽ മാർക്ക് ചെയ്തേക്കണം, ദുംഹാലും റാഫും, ദമാലി, കൂത്ത് ഡാൻസ്, ഡോഗ്രി ആൻഡ് ഫൈനലി ബച്ച നാഗ്മ. ഇപ്പോൾ നോക്കി റൌഫ് ഡാൻസിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഇസ് ഫേമസ് ബിക്കോസ് എന്താ, അത് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ആൻഷ്യൻ ഫോക്ക് ഡാൻസ് ആണ്. അതായത് ഇങ്ങനൊരു സംസ്ഥാനം ഉണ്ടാകുന്നതിനൊക്കെ മുമ്പ് തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നേറ്റീവ് റീജിയനിൽ തന്നെ ആദ്യം എക്സിസ്റ്റ് ചെയ്തിരുന്നൊരു ഡാൻസ് ഫോമാണ് റൌഫ് ഡാൻസ്. ഇറ്റ് ഈസ് എൻ ആൻഷ്യൻ ഫോക്ക് ഡാൻസ് ദാറ്റ് ഈസ് പെർഫോംഡ് ഓൺ ഫെസ്റ്റീവ് ഒക്കേഷൻസ് സച്ച് ആസ് ഈദ്, റംസാൻ എക്സെട്ര ആൻഡ് ഓൾസോ അറ്റ് ദ ഓൺസെറ്റ് ഓഫ് സ്പ്രിംഗ്. അപ്പം പല ഒക്കേഷൻസിൽ റൌഫ് ഡാൻസ് പ്ലേ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്നുണ്ട്. അതേതൊക്കെ? ഒന്ന് ദ ഓൺസെറ്റ് ഓഫ് സ്പ്രിംഗ്, അതായത് സ്പ്രിങ്ങിനെ വരവേറ്റുകൊണ്ട് ചവിട്ടുന്നൊരു നൃത്തമാണ് റൌഫ് ഡാൻസ്. അതല്ലാതെ ഏത് റിലീജിയസ് ഫെസ്റ്റിവൽസ് ആയിട്ടുള്ള, നമ്മളിനി ഫെസ്റ്റിവൽസ് പഠിക്കാൻ നേരം പഠിക്കും. അത് നാഷണൽ ഫെസ്റ്റിവൽസ് ഉണ്ട്, റിലീജിയസ് ഫെസ്റ്റിവൽസ് ഉണ്ട്, റീജിയണൽ ഫെസ്റ്റിവൽസ് ഉണ്ട്. അപ്പോൾ ആ ഫെസ്റ്റിവൽസും നിങ്ങൾ ഫെസ്റ്റിവൽസ് പഠിക്കാൻ നേരം നിങ്ങൾ ഈ പോയിന്റ്, കാരണം ഞാൻ ഒരു ഒക്കേഷൻ്റെ കാര്യം എടുത്ത് പറയുന്നത് ഇപ്പോൾ കൂടുതലും ചോദിക്കുന്നത് കണക്റ്റഡ് ആയിട്ട്, അതായത് ഇന്ന ഡാൻസ് ഫോം പെർഫോം ചെയ്യുന്ന ഏതൊരു ഒക്കേഷനിലായിരിക്കും. അല്ലെങ്കിൽ ഒരു മാച്ച് ദ ഫോളോവിങ് തന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഡാൻസ് ഫോം ആണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ മസ്റ്റായിട്ടും സ്റ്റേറ്റ് തരണമെന്നൊരു നിർബന്ധമില്ല. കാരണം പകരം ആ ഡാൻസ് ഫോമിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻ ആയിരിക്കും തരുന്നത്. അത് കൂടുതലും ചോദിക്കുന്നത് ഒന്നെങ്കിൽ ട്രൈബ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏത് ഒക്കേഷനിലാണ് ആ ഡാൻസ് ഫോം കളിക്കുന്നത് എന്നുള്ള പോയിന്റിനെ വെച്ചിട്ടായിരിക്കും. അപ്പം ഏത് ഒക്കേഷൻസ് അല്ലെങ്കിൽ ഫെസ്റ്റിവൽസ് ഏതാണെന്ന് വെച്ച് മസ്റ്റായിട്ട് നോക്കി പൊക്കോണം. അപ്പോൾ ഇവിടെ ഏതൊക്കെ വരുന്നുണ്ട്? ഈദ്, റംസാൻ, അതുപോലുള്ള റിലീജിയസ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസും ആൻഡ് ഫൈനലി ദി ഓൺസെറ്റ് ഓഫ് സ്പ്രിംഗ്. അപ്പോൾ ഏത് ഡാൻസ് ഫോം ഈ ഒക്കേഷൻസിൽ കളിക്കുന്നത്? റൌഫ് ഡാൻസ്. ഓക്കെ, ഇനി നോക്കിയത് ഡംഹാൽ ഡാൻസ് ഈസ് പെർഫോംഡ് ബൈ ദ മെയിൽസ് ഓഫ് ദ വട്ടൽ കമ്മ്യൂണിറ്റി ഡ്യൂറിങ് സ്പെഷ്യൽ ഒക്കേഷൻസ്. അപ്പോൾ അതുപോലെ തന്നെ ഫെസ്റ്റീവ് ഒക്കേഷൻസിൽ പ്ലേ ചെയ്യുന്ന ഡാൻസ് ആയിരിക്കും ബൈ ആര്? മെയിൽസ്, മെന്നിന് പ്രാതിനിധ്യമുള്ള ഡാൻസ് ഫോമാണ് ഓഫ് വട്ടൽ കമ്മ്യൂണിറ്റി. അപ്പം വട്ടൽ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ മെയിൽസ് പെർഫോം ചെയ്യുന്ന ഡാൻസ് ആയിരിക്കും ഡംഹാൽ ഡാൻസ്. ഓക്കെ, ഇനി നോക്കിയേ, ദ കൂത്ത് ഡാൻസ് ഈസ് പെർഫോംഡ് ഇൻ ദ വില്ലേജസ് ഓഫ് ദ മിഡിൽ ഹിമാലയാസ് ഡ്യൂറിങ് ദ നൈറ്റ് ടൈംസ് അണ്ടർ ദ സ്റ്റാർസ്. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡാൻസ് ആണ്. അപ്പോൾ അത് ഹിമാലയസിൻ്റെ മിഡിൽ റീജിയൻസിൽ പ്ലേ ചെയ്യുന്ന ഒരു മെയിൻലി പെർഫോംഡ് ബൈ ദ വില്ലേജസ് ഓഫ് മിഡിൽ ഹിമാലയാസ്. അത് രാത്രി കാലങ്ങളിൽ പെർഫോം ചെയ്യുന്ന ഡാൻസ് ആയിരിക്കും ഏത് ഡാൻസ്? കൂത്ത് ഡാൻസ്. ആൻഡ് ബച്ച നാഗ്മ ഇസ് അനദർ ഫേമസ് ഫോക്ക് ഡാൻസ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. അപ്പം ബച്ച നാഗ്മ, കാരണം ഞാൻ നേരത്തെ പോയിന്റ് ഔട്ട് ചെയ്ത ഡാൻസ് ഫോം ഏതൊക്കെയാണ്? റൌഫ്, ദമാലി, ദംഹാൽ, ബച്ച നാഗ്മ. ഇത്രയും ഡാൻസ് ഫോം ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഇന്ന ഡാൻസ് ഫോം റൌഫ് ഈസ് റിലേറ്റഡ് ടു വിച്ച് സ്റ്റേറ്റ്, അല്ലെങ്കിൽ ദുംഹാൽ ഈസ് റിലേറ്റഡ് ടു വിച്ച് സ്റ്റേറ്റ്, ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ കൂടുതലും പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഡാൻസ് ഫോം ഈ റൌഫും ദമാലും ദുംഹാലും പിന്നെ ബച്ച നാഗ്മയാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പോൾ നോക്കിയേ, ബച്ച നാഗ്മയുടെ അനദർ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെർഫോംഡ് ബൈ യങ് ബോയ്സ് ഹു ആർ ഡ്രസ്ഡ് ഇൻ ഫീമെയിൽ അറ്റയർ ആൻഡ് എ ഗ്രൂപ്പ് ഓഫ് മെൻ ഹു സിംഗ് കശ്മീരി ആൻഡ് സൂഫി സോങ്സ്. അപ്പം സൂഫി ആൻഡ് കശ്മീരി സോങ്സ് ആയിരിക്കും എവിടെ പ്ലേ ചെയ്യുന്നത്? ഏത് ഡാൻസ് ഫോമിൽ പ്ലേ ചെയ്യുന്നത്? ബച്ച നാഗ്മയിൽ. ആൻഡ് ഇറ്റ് ഈസ് പെർഫോംഡ് ബൈ യങ് ബോയ്സ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ചെറിയ പയ്യന്മാർ ഫീമെയിൽ അറ്റയർ, അതായത് സ്ത്രീകളുടെ വേഷത്തിൽ ഡ്രസ്സ് ചെയ്തിട്ടായിരിക്കും ഈ ഡാൻസ് ഫോം പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഡാൻസിനെ അക്കമ്പനി ചെയ്യുന്ന സോങ്സ് ഏതൊക്കെയായിരിക്കും? കശ്മീരി, പ്യുവർ കശ്മീരി സോങ്ങും ആൻഡ് സൂഫി സോങ്സും. ഓക്കെ, അപ്പോൾ സോങ്സിൻ്റെ പേര് നോട്ട് ചെയ്തേക്കണം, ആൻഡ് ഇതിൻ്റെ പ്രത്യേകതയും നോട്ട് ചെയ്തേക്കണം. അപ്പോൾ അടുത്ത സംസ്ഥാനം നോക്കിയാൽ വെസ്റ്റ് ബംഗാൾ. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലും കുറച്ചധികം ഉണ്ട് ഡാൻസ് ഫോം പഠിക്കാനായിട്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയേ, ജാത്ര, കത്തി, ഡൊംനി, ധാലി, അൽകപ്പ്, സന്താലി, മറേസിയ, ഗംഭീര, കളിക പട്ടാടി, പുരുലിയ ചാവ്. പുരുലിയ ചാവ് നോട്ട് ചെയ്തോണേ, നമ്മൾ ഇതിൻ്റെ പ്രത്യേകത നെക്സ്റ്റ് സെഷനിൽ നോക്കുന്നതായിരിക്കും. ബ്രിത്ത ആൻഡ് തൂസ. അപ്പം നോക്കി ഇതിൽ ബാക്കി പുരുലിയ ചാവിനെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ ഇൻഫർമേഷൻ നോക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം പുരുലിയ ചാവ് എന്നൊരു പേര് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ. ആ ഫസ്റ്റ് സെഷൻ കണ്ടവർക്കറിയാം. നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് പറഞ്ഞേ, ആ ചാവോ എന്നുള്ള പേര് കേൾക്കുമ്പോൾ എന്താ ഓർമ്മ വരുന്നത്? അപ്പം ചാവോ ഡാൻസ് എന്ന് പറയുന്നൊരു ഡാൻസ് ഫോം നമ്മൾ
ഫസ്റ്റ് വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് മറന്നു പോയാൽ അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ പോലെ എന്നുള്ള രീതിയിൽ അത് ഇടയ്ക്ക് ഈ പോയിന്റ്സ് പറയുന്നത്. അപ്പോൾ അത് ഒപ്പം പറഞ്ഞ് റെസ്പോണ്ട് ചെയ്ത് പഠിക്കണേ. അപ്പോൾ ചാവോ ഡാൻസ് എന്ന് പറയുന്നത് നമുക്ക് 8 ക്ലാസിക്കൽ ഡാൻസ് ആക്ച്വലി സംഗീത നാടക അക്കാദമി അംഗീകരിച്ചിട്ടുള്ളൂ. അതല്ലാതെ അഡീഷണൽ ഒരു ഡാൻസ് ഫോമും കൂടെ മിനിസ്ട്രി ഓഫ് കൾച്ചർ അംഗീകരിച്ചു. ചാവോ ഡാൻസും കൂടെ ഇങ്ങനെ പരിഗണിക്കണം, ക്ലാസിക്കൽ ഡാൻസായിട്ട് പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചാവോ ഡാൻസിന് 3 വേരിയൻസ് ഉണ്ടായിരുന്നു. ഒന്ന് പുരുലിയ ചാവോ, സെറൈക്കില ചാവോ ആൻഡ് മായൂർബഞ്ച് ചാവോ. സെറൈക്കില ചാവോ ആൻഡ് മായൂർബഞ്ച് ചാവോ. കാരണം ആദ്യം ഇത് വെസ്റ്റ് ബംഗാൾ, ഒഡീഷ എന്നുള്ള സ്ഥലങ്ങളിൽ മെയിൻലി ഒരു സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല അങ്ങനെ കണ്ടുവരുന്ന ഒരു ഫോക്ക് ഡാൻസ് ഫോമായിട്ടായിരുന്നു ചാവോ ഡാൻസ്. അപ്പോൾ അതിൻ്റെ 3 വേരിയൻസും പലതരം സംസ്ഥാനങ്ങളിലായിട്ട് കൊണ്ടാടുന്നതാണ്. അപ്പം ആ ഒരു ഫോക്ക് ഡാൻസ് പിന്നെ ക്ലാസിക്കൽ ഡാൻസായിട്ട് ശുപാർശ ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വേരിയൻ്റാണ് പുരുലിയ ചാവോ എന്ന് പറയുന്നത്. അപ്പോൾ പുരുലിയ ചാവോ ആക്ച്വലി എന്താ, ഈ സ്റ്റേറ്റിൻ്റെ ഫോക്ക് ഡാൻസ് ആയിരിക്കും. അപ്പോൾ പുരുലിയ ചാവോ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് well known folk dances of West Bengal. The theme of the dance is taken from Ramayana and Mahabharata and it is a vigorous form of dance drama. Dance മാത്രമായിരിക്കത്തില്ല, ഡ്രമാറ്റിക്കൽ എക്സ്പ്രഷൻസും. അതായത് തീം, ഇവിടുത്തെ മെയിൻ തീം രാമായണവും മഹാഭാരതവും ആയതുകൊണ്ട് തന്നെ നമ്മുടെ കഥകളിയുടെ കാര്യം പറഞ്ഞ പോലെ ഡാൻസിൻ്റെ ഫോർമാറ്റ് വിഗ്രസ് അല്ല കഥകളിയിൽ, പക്ഷേ ഡ്രമാറ്റിക് എലമെൻസും കൂടെ ഉള്ളൊരു ഡാൻസ് ഫോം ആയിരിക്കും ഏത് പുരുലിയ ചാവോ. അപ്പോൾ അതിൻ്റെ മെയിൻ തീം എന്തൊക്കെയായിരിക്കും, രാമായണ ആൻഡ് മഹാഭാരത. അടുത്ത് നോക്കിയേ, the Santali dance is performed by the members of the പേരിത്തനുണ്ട് സന്തൽ ട്രൈബ് ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഓൾ ദ ഫെസ്റ്റിവൽസ് ഓഫ് ദാറ്റ് കമ്മ്യൂണിറ്റി. അതായത് ആ കമ്മ്യൂണിറ്റിയുടെ ഏത് ഫെസ്റ്റിവൽ വന്നാലും ഏതൊരു ഒക്കേഷൻ വന്നാലും അവർ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്ന അവരുടെ ഇവൻ്റ് എന്ന് പറയുന്നത് സന്താലി ഡാൻസ് ആയിരിക്കും, ബൈ പേര് തന്നെയുള്ള സന്താലി ട്രൈബ്. ഇനി നോക്കിയേ, ദ ഗംഭീര ഡാൻസ് ഈസ് പെർഫോംഡ് ബൈ ദ വർഷിപ്പേഴ്സ് ഓഫ് ലോർഡ് ശിവ ആൻഡ് ഈസ് കൺസിഡേർഡ് ടു ബി ഡിവോഷണൽ ഡാൻസ്. അപ്പോൾ ഇവിടെയും ഈ ഡാൻസ് ഫോമിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസിക്കൽ ഡാൻസ് പറഞ്ഞായിരുന്നു, ചില ഡാൻസ് ഫോംസ് സെൻഷ്വാലിറ്റിയിലായിരിക്കില്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അവർ ഡിവോഷണലായിരിക്കും. അത് കംപ്ലീറ്റ്ലി ഡിവോഷണലായിരിക്കും, എൻ്റർടൈൻമെൻറ്റ് എലമെൻറ്റ് അതിൽ വളരെ കുറവായിരിക്കും. അപ്പോൾ ഗംഭീര ഡാൻസും ഇറ്റ് ഓൾസോ എംഫസൈസ് ഓൺ ഡിവോഷൻ നോട്ട് ഓൺ സെൻഷ്വാലിറ്റി. അപ്പോൾ ഗംഭീര ഡാൻസ് ആരെ വർഷിപ്പ് ചെയ്തിട്ടുള്ളതാണ്, ലോർഡ് ശിവ. അപ്പോൾ അവിടുത്തെ മെയിൻ തീം ശിവനും അദ്ദേഹത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറീസുമായിരിക്കും. ഇനി നോക്കിയേ അടുത്ത ഡാൻസ്, വൃത ഓർ വൃത ഡാൻസ്, രണ്ടാമത് ഏതായാലും പറയും. is an important dance of the state and it is performed either by women or wishing for a grant or child or by the survivors of a dangerous illness. അതായത് ഇവിടുത്തെ തീം എന്തായിരിക്കും, ഏതെങ്കിലും ഒരു മാരക അസുഖം മാറുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ, അതായത് ഏതെങ്കിലും ഒരു ദേവനെയോ ദേവിയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ ഒരു അസുഖം മാറുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ട്രൈബിലെ വിമനോ അല്ലെങ്കിൽ എസ്പെഷ്യലി ചൈൽഡോ പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ സർവൈവേഴ്സ് ഏതെങ്കിലും ഒരു മാരക അസുഖം മാറിയ ആൾക്കാരെ മാറിയതിൻ്റെ നന്ദി സൂചകമായിട്ട് അവതരിപ്പിക്കുന്ന പെർഫോം ചെയ്യുന്നൊരു ഡാൻസ് ഫോമാണ് വൃത അല്ലെങ്കിൽ ഇത്ര ഡാൻസ് എന്ന് പറയുന്നത്. ഓഫ് ഏത് സ്റ്റേറ്റ്, വെസ്റ്റ് ബംഗാൾ. ഇനി നോക്കിയാൽ നെക്സ്റ്റ് സംസ്ഥാനം നമ്മൾ ആദ്യം നോക്കാനായിട്ടിരുന്നതാണ് ഛത്തീസ്ഗഡ്, പക്ഷേ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. അതിനെപ്പറ്റി മെയിനായിട്ട് നമുക്ക് ഈ സെഷനിൽ നോക്കാം. ഇപ്പം നോക്കിയാൽ ഛത്തീസ്ഗഡിന് 3 4, ഛത്തീസ്ഗഡിനും 4x3 12 ഡാൻസ് ഫോം ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം നോക്കിയാൽ പാന്തി ഡാൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗൗർമാരിയ, ഗൗഡി, റൗട്ട് നാച്ച, കർമ്മ ഡാൻസ്, മുണ്ടാരി, ദാഗിയ, പാലി, ഝുമർ ഡാൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നവ്രാണി, തപാലി ആൻഡ് ഫൈനലി സൈല ഡാൻസ്. അപ്പോൾ അതിൽ നോക്കിയേ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാണ്, പന്തി ഡാൻസ്. എന്തുകൊണ്ടാണ് പ്രത്യേകമായിട്ടുള്ളത്, കാരണം ഈ നമ്മൾ ഈ ഡാൻസ് ഫോം പഠിക്കാൻ നേരം, അതായത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻലി നോട്ട് ചെയ്ത് പൊക്കോണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പന്തി ഡാൻസ്, അതായത് പേരിലുള്ള ട്രൈബ് അല്ലാത്തതൊക്കെ മാക്സിമം നമ്മുടെ സീജിയലിനെ ചോദിച്ചു കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ റെയിൽവേക്കായാലും. അപ്പം പന്തി ഡാൻസിൻ്റെ ട്രൈബ് സത്നാമി കമ്മ്യൂണിറ്റി ഇത് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതാണ്. CHSL-നായാലും CGL-നായാലും, അതായത് ഏതെങ്കിലും ഒരു ട്രൈബിനെ റിലേറ്റഡ് ആയിട്ടുള്ള ചോദിക്കുന്ന ചോദ്യങ്ങളിൽ കൂടുതലും ഏത് ഛത്തീസ്ഗഡിൻ്റെ പന്തി ഡാൻസ് കണ്ടിട്ടുണ്ട്. അപ്പം പെർഫോംഡ് ബൈ വിച്ച് കമ്മ്യൂണിറ്റി, സത്നാമി കമ്മ്യൂണിറ്റി. പിന്നെ നോക്കിയാൽ റൗട്ട് നാച്ച, ഇറ്റ് ഈസ് പെർഫോംഡ് ബൈ ദ യാദവ കൗബോയ്സ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഈസ് നോൺ ആസ് ദ കൗഹേർഡ്സ് ഫോക്ക് ഡാൻസ്. അപ്പോൾ കൗഹേർഡ്സ് ഫോക്ക് ഡാൻസ് എന്നറിയപ്പെടുന്നത് ഏത് ഡാൻസ് ഫോമാ, റൗട്ട് നാച്ചയാണ്. ആൻഡ് ഇറ്റ് ഈസ് പെർഫോംഡ് ബൈ ആര്, കൗബോയ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി യാദവ. സൂൺ ആഫ്റ്റർ ദ റീപ്പിംഗ് സീസൺ ദ യങ് മെൻ ഓഫ് ദ സ്റ്റേറ്റ് പെർഫോം സൈല ഡാൻസ്. അപ്പോൾ ആ സ്റ്റേറ്റിൻ്റെ റീപ്പിംഗ് സീസണിന് ശേഷമായിരിക്കും മെയിൻലി പെർഫോം ബൈ മെൻ ഏത് ഡാൻസ് പെർഫോം ചെയ്യും, സൈല ഡാൻസ്. അപ്പോൾ അവിടുത്തെ ഒക്കേഷൻ ഏതായിരിക്കും, റീപ്പിംഗ് സീസൺ, ആ ടൈമിലായിരിക്കും, അതിന് ശേഷമായിരിക്കും സൈല ഡാൻസ് പെർഫോം ചെയ്യുന്നത്. ഇതല്ലാതെ നോക്കിക്കേ,
കുറച്ച് ട്രൈബിൻ്റെ പേര് നമ്മൾ എംഫസൈസ് ചെയ്ത് പറയുന്നുണ്ട്. അത് ട്രൈബ്സിൻ്റെ സെക്ഷൻ നോക്കാൻ നേരം നമ്മൾ പറയും. അപ്പം ട്രൈബിൻ്റെ പേര് നിങ്ങൾ ഇപ്പോഴേ നോട്ട് ചെയ്ത് വെക്കണം. ആ സെഷൻ നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. ട്രൈബ്സ് ഓഫ് ഇന്ത്യയുടെ. അപ്പോൾ ഇതിൽ പറഞ്ഞ ട്രൈബ്സ് ഏതൊക്കെയാണ് നോക്കിയേ. ദ ട്രൈബൽ ഗ്രൂപ്പ് സച്ച് ആസ് ബൈഗാസ്, ഗോൺസ് ആൻഡ് ഒറാവോൺസ് ഓഫ് ഛത്തീസ്ഗഡ് perform the karma dance which denotes the end of the stormy season and the beginning of the spring season. അപ്പോൾ സ്റ്റോമി സീസണിന് ശേഷം സ്പ്രിംഗ് സീസൺ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഏത് ഡാൻസ് കൊണ്ടാടുന്നത് അല്ലെങ്കിൽ കളിക്കുന്നത്? കർമ്മ ഡാൻസ്. ആൻഡ് പെർഫോം ബൈ ഒരു പർട്ടിക്കുലർ ട്രൈബ് മാത്രമല്ല, ഒരുപക്ഷെ ഓപ്ഷനിൽ ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, വിച്ച് ഓഫ് ദ ഫോളോവിങ് ട്രൈബ്സ് ഡസ് നോട്ട് പെർഫോം ദ കർമ്മ ഡാൻസ്. അപ്പോൾ ഓപ്ഷനിൽ ബൈഗാസും ഗോൺസും ഒറാവോൺസും വേറൊരു ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ വേറൊരു ട്രൈബിൻ്റെ പേരും കൂടെ കാണും. അപ്പം ട്രൈബ്സിൻ്റെ പേര് മസ്റ്റായിട്ട് നോക്കി പോകണം. കാരണം ഓട് വൺ ഔട്ടായിട്ട് ഇപ്പം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം ബൈഗാസ്, ഗോൺസ് ആൻഡ് ഒറാവോൺസ് ആർ ദ ട്രൈബ്സ് റിലേറ്റഡ് ടു ഏത് ഡാൻസ്? കർമ്മ ഡാൻസ്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഫോക്ക് ഡാൻസിൻ്റെ സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ സ്ട്രാറ്റജിയുടെ അടുത്തടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നോക്കിയായിരിക്കും പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ഡാൻസും ഫോക്ക് ഡാൻസ് കുറച്ച് അധികം എംഫസൈസ് ചെയ്ത് പഠിക്കണം. കാരണം ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത് ഹിസ്റ്ററിയുടെ ഒരു സബ് പാർട്ടാണ്. അത് കൂടുതൽ എംഫസൈസ് കൊടുത്ത് പഠിക്കണം. കാരണം ഒരു 10 മാർക്കിനെങ്കിലും നിങ്ങൾക്ക് ചോദ്യം ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ അടുത്ത സെഷനിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.